ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എന്താ, ആർക്കും ഒന്നും പറയാനില്ലേ? അണ്ണാക്കിലെല്ലാവരുടെയും പിരിവെട്ടിപ്പോയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിരിവെട്ടിക്കാണും. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു, അവളുടെ മറ്റവന്റെ കല്യാണം, അവളുടെ മറിച്ചവന്റെ കല്യാണം, അപ്പുറത്ത് നിൽക്കുന്നവന്റെ കല്യാണം, തൊട്ടിപ്പുറത്ത് ഇരിക്കുന്നവന്റെ കല്യാണം, എന്തൊക്കെയായിരുന്നു കല്യാണ ഘോഷമായിരുന്നു. എൻ്റെ ആണോ ഇനി ലവന്റെ ആണോ ഇനി മറ്റവന്റെ ആണോ? ഈ ഹണി ട്രാപ്പുകാരി ഊടായ്പിന് സ്വയം ആരുടെ കല്യാണം ഒന്ന് പോലും പിടിയില്ലാത്ത അവസ്ഥ. ഓഡിറ്റോറിയം വരെ പറഞ്ഞു തരാം വിളിക്കിന്ന് പറഞ്ഞ ആളാണ് ഈ മൈക്കുണാഞ്ചി മോള്. അങ്ങനെയുള്ള ഈ താത്ത ഇങ്ങനെ ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ, ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ചെയ്തതിൽ നമുക്ക് ഒരു അത്ഭുതവും ഇല്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇതേ ദിവസങ്ങളിലാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ വന്നില്ലേ? അതാണ്. അപ്പൊ ആര് പറഞ്ഞതാണ് വിശ്വസിക്കാൻ പറ്റിയ? ഞങ്ങൾ പറയുന്ന വാക്കുകളാണ് വിശ്വാസയോഗ്യം എന്ന് നിങ്ങൾക്കിപ്പം തെളിവുകൾ കൊണ്ട് മനസ്സിലായല്ലോ. എന്തൊക്കെ വട്ടക്കളി കളിച്ചു. വട്ടക്കളി തന്നെയാണ് ശരിക്കും പറഞ്ഞ. അങ്ങോട്ട് തിരിഞ്ഞു കളി, ഇങ്ങോട്ട് തിരിഞ്ഞു കളി, ആ കളി ഈ കളി കോൽക്കളി വരെ കളിച്ചു. അവിടെ അമ്മയുടെ കല്യാണം. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, താത്തയുടെ വട്ടക്കളി ഞങ്ങൾക്ക് പിടികിട്ടും. ഞങ്ങൾ ഈ ഇടയ്ക്ക് ചാടുന്നത് കൊണ്ടാണ് ഇവക്ക് ഇത്ര വിമ്മിട്ടം. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചാടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴും ഹിന്ദുക്കൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നേനെ. ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്ന് ചാടിപ്പോയി. അപ്പം താത്തയ്ക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ആകെ ഒരു ശ്വാസം മുട്ടിയ അവസ്ഥയായി. അതായത് ഹിന്ദുക്കളെ അങ്ങ് ചുളിവിൽ പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് തന്ത്രമായിട്ട് വന്നാലും അത് ഞങ്ങൾ പൊളിച്ചെടുക്കും. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ കെട്ടും കിടക്കയും ഒരുക്കങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ല ഇതാണ്. അത് തന്നെ ഒരു മാസം കൊണ്ടുണ്ടായ ഒരു പ്രത്യേക തരം വീടാണ് കേട്ടോ അത്. നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. മെയ് 8 തറക്കലിൻ്റെ വീഡിയോ ഇടുന്നു, മെയ് 13 ചുമര് പൊക്കത്തിൻ്റെ വീഡിയോ ഇടുന്നു, മെയ് 20 സംതിങ്ങിന് വാർക്ക വീഡിയോ ഇടുന്നു, മെയ് 29 വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നു. ഭയങ്കര ഒരു അത്ഭുത വീട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇതുപോലുള്ളൊരു വീട് അത്ഭുത ദേവി പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി വീടാണ് താത്തയുടെ വീട്. അപ്പൊ ഈ ഒരു കഥയുടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്തു. ഒഫീഷ്യൽ ചടങ്ങ് 1-ാം തീയതി, ജൂൺ 1-ാം തീയതി. ഇന്ന് 30 രാവിലെ സുബഹി നിസ്കാരത്തോടൊപ്പമാണ് പാല് കാച്ചിയത്. അപ്പോഴും അപ്പം ഇപ്പോൾ ഒന്ന് കുറേ പേര് പറയും ഞാൻ മതം പറയുന്നു. മതം പറഞ്ഞതല്ല. ഈ ഒരു വിഷയത്തിൽ ഇത് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇതിനെ മതമായിട്ടും വർഗീയതയായിട്ടും നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുബഹി നിസ്കാരത്തോടൊപ്പം പാല് കാച്ചി അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ എടുത്തിട്ട് പാലങ്ങട് കാച്ചി. സുഹൃത്തുക്കളെ, പാലങ്ങട് കാച്ചി. എന്നിട്ട് പേരോ കണ്ണൻ്റെ പേരും. അപ്പം ആ പാല് കാച്ചിയപ്പോൾ കണ്ണൻ്റെ പേരിൽ കാച്ചിയില്ലല്ലോ സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അപ്പം എന്തുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്? ഇത് മുഴുവൻ കണ്ണൻ്റെ ഫോട്ടോ വിറ്റ് കിട്ടിയ പൈസയല്ല, മനസ്സിലായില്ലേ? അതല്ല, അതിൻ്റെ അപ്പുറത്ത് ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുവഴി? ഹണി ട്രാപ്പ് വഴി. ആളുകളെ കേസിൽ കുടുക്കിയിട്ട് പിന്നെ കേസ് അങ്ങോട്ട് പിൻവലിക്കും. എന്നിട്ട് നല്ലൊരു തുക അങ്ങോട്ട് ചോദിക്കും. അതുവഴി 18 കേസ് ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് കൂട്ടി നോക്ക്. വെറുതെ ഒന്ന് കൂട്ടി നോക്ക്. ചില്ലറത്തോയ്ക്കാണോ? ആദ്യത്തെ ഒരു കേസ് 11 ലക്ഷം രൂപയ്ക്കാണ് അട്ടിമറിച്ചതെന്നൊക്കെ കേട്ടു. പിന്നെ 4 ലക്ഷം എന്നൊക്കെ കേട്ടു. നിങ്ങൾ ചുമ്മാ ഒന്ന് കൂട്ടി നോക്ക്. അപ്പം ഏത് ഇതിലാണ് വീട് വെച്ചതെന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. എന്നിട്ട് ആ വർക്കത്തില്ലാത്ത വീടിന് നമ്മുടെ കണ്ണൻ തന്നു എന്നുള്ള പേരും. പാല് കാച്ചിയതോ സുബഹി നിസ്കരിച്ചുകൊണ്ട്. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പെണ്ണുമ്പുള്ള ഇനിയും ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? എടി, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾ പൊളിക്കും. ഹിന്ദുക്കളെ ഇനിയും വിശ്വസിപ്പിച്ച് ഫോട്ടോയുടെ ഓർഡർ വാങ്ങിക്കാനായിട്ട് കിടന്ന് ഈ തള്ളുണ്ടല്ലോ, അത് ഈ വീഡിയോയിൽ ഇവള് തന്നെ പൊളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ സുബഹി നിസ്കാരത്തോടൊപ്പം പാല് കാച്ചി. അടിപൊളി. വാപ്പായും ഉമ്മായും ഊതി മന്ത്രിച്ച് പാല് കാച്ചി. അവരുടെ മതപരമായ ചടങ്ങുകളൊക്കെ കൂടി അവർക്ക് അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി ഒഫീഷ്യലായിട്ട് കുറച്ച് പേരെ വിളിച്ചിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തൊരു പരിപാടിയുണ്ട് ജൂൺ 1-ന്. എന്നിട്ട് പ്രഖ്യാപിക്കും ഇത് കണ്ണൻ തന്ന വീടാണെന്ന്. മാഷാ അള്ളാ എന്നുള്ള ഒരു ബോർഡ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ കണ്ണൻ തന്ന വീടിന്റെ ഉമ്മർത്ത് എവിടാടി? മാഷാ അള്ളാ. തെളിവ് വേണോ? തരാം, ചോദിക്ക്. ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. മനസ്സിലായ?
ഇവര് എത്രത്തോളം ആ മതത്തിനോട് അടുത്തു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണത്, മനസ്സിലായ? എന്നിട്ട് ഈ നുണച്ച് വന്നിട്ട് ഇവക്ക് വീണ്ടും ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് അവരെ പിഴിഞ്ഞ് ചാറെടുത്തിട്ട് ഈ ഫോട്ടോക്ക് ഇല്ലാത്ത വില വാങ്ങിക്കാനായിട്ടാണ് ഈ ഒരു കണ്ണന്റെ പേര് വന്ന് വിളിച്ചു പറയുന്നത്, മനസ്സിലായ? അതിലൊരു കഥയില്ല. ഇത്ര ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഞങ്ങൾ പറയുന്നത് വിശ്വാസമല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തെളിവ് സഹിതം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാളുടെയും കല്യാണവും ഇല്ല, അവളുടെ മറ്റവന്റെയും കല്യാണവും ഇല്ല. ലാസ്റ്റ് അവള് പറഞ്ഞ അവളുടെ തന്നെയാണോ കല്യാണം എന്ന് വരെ അവൾക്ക് സംശയിച്ചു. അവളുടെയും കല്യാണവും ഇല്ല, അവളുടെ മറ്റവന്റെയും കല്യാണവും ഇല്ല, അവളുടെ മറ്റവന്റെ അപ്പുറത്ത് നിൽക്കുന്ന മറ്റവന്റെയും കല്യാണവും ഇല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ നമ്മളെ വീണ്ടും വിഡ്ഢികളാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ ഇതല്ലേ പറഞ്ഞത്, അവന്റെ നാട്ടിലേക്ക് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ ഈ പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്ന ആളുകളല്ല. നേരിട്ട് കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി, ഇത് വീണ്ടും ജനങ്ങളെ പറ്റിക്കുവാണ്. അപ്പൊ അതാണ് അപ്പൊ തന്നെ വീഡിയോയിൽ പറഞ്ഞത്, ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പൊ എവിടെ കല്യാണത്തിന്റെ വീഡിയോ ഇടാൻ പറ? എവിടെ അവളുടെ കല്യാണം? അവളുടെ മറ്റവന്റെ ആണോ കല്യാണം? കൊണ്ടുവരാൻ പറ വീഡിയോ. അത് തന്നെയാണ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത്. ആ നിക്കക്കളി ഇല്ലാണ്ടായിപ്പോ ചേച്ചിക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ യാതൊരു നിവർത്തിയില്ല. കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഇട്ടാൽ ഞങ്ങൾ എടുത്തിട്ട് ചാമ്പുന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ സുബഹി നിസ്കാരത്തോടു കൂടി വീടിന്റെ പാല് കാച്ചൽ ചടങ്ങ് നടത്തിയത് നിങ്ങളെല്ലാരും കണ്ടല്ലോ. എന്നിട്ട് ഈ നായിന്റെ മോൾക്ക് കണ്ണന്റെ പേര് പറയാന്നാണോ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിന്? ഞങ്ങളെപ്പോലുള്ള പാവം ഹിന്ദുക്കളെ ഇനിയും പറ്റിക്കപ്പെടാനോ? ഈ ഊടായ്പ് ഹണി ട്രാപ്പുകാരി എന്ന് പറയുന്ന ഈ വടയശി ഹിന്ദുക്കളെ പിഴിഞ്ഞ് ചോര ഊറ്റി കുടിക്കുന്ന വെറും നാറിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവളുടെ വാക്കുകൾ ഇനി നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ വീഡിയോ, പാല് കാച്ചൽ ചടങ്ങിന്റെ വീഡിയോ. എന്താ അവള് പറഞ്ഞുകൊണ്ടിരുന്നത്? കല്യാണത്തിന് പോവാണെന്ന്. ആർക്കടെ കല്യാണം? അവളുടെ കല്യാണോ? അതാ ചോദിക്കാനുള്ളത്. അവളുടെ മറ്റവന്റെ കല്യാണം, അവളുടെ കല്യാണം. ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ കല്യാണ വീഡിയോ. തൃപ്തിയായില്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെ പറ, ആര് പറയുന്നതാണ് വിശ്വസിക്കാൻ പറ്റുക? ഞങ്ങൾ പറയുന്നതാണോ? സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ പാവമാണെന്ന് കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഇവള് പറയുന്നതാണോ? അല്ലെങ്കിൽ ഇതുപോലുള്ള മുഖംമൂടികളെ വലിച്ചു കീറി തുറന്നു കാണിക്കുന്ന ഞങ്ങൾ പറയുന്നതാണോ സത്യമെന്ന് നിങ്ങൾ പറ. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളാണ് പറയേണ്ടത്. ആര് പറഞ്ഞിട്ടുള്ളതാണ് സത്യം എന്ന് നിങ്ങൾ ഇന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളും തൊണ്ട കീറിയതിന് യാതൊരുവിധ ഫലം ഉണ്ടാവില്ല, മനസ്സിലായ? ഇനിയും കണ്ണന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ഉദ്ദേശമെങ്കിൽ എടി കൂതറെ ഒരാളും വിശ്വസിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. വീടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, യോഗം ഉണ്ടെങ്കിൽ ഉണ്ടാവും. കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ കൂടിയും വീടിന്റെ യോഗം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ്. വീട്, കല്യാണം, അങ്ങനെയൊക്കെ, മനസ്സിലായ? നീ മാഷാള്ളയുടെ ബോർഡും വെച്ചിട്ട് സുബഹി നിസ്കാരത്തിന് പാലും കാച്ചിട്ട് ഇനി ഒഫീഷ്യലായിട്ട് കണ്ണന്റെ പേരിൽ എങ്ങാനും അടിക്കാനാണ് ഭാവമെങ്കിൽ പൊന്നുമോളെ വലിച്ചു കീറി അടുപ്പത്ത് വെക്കും. അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇന്ന് ഈ നിമിഷം ഇന്ന് രാവിലെ തുടങ്ങി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് പെരുങ്കള്ളി എന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നീ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ തന്നെയാണ്. അതിലും വലിയൊരു തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാനില്ല, നീ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് നുണ എന്ന് ജനങ്ങൾ തന്നെ വിധി എഴുതട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്.